സ്കൂളുകളിൽ നിന്ന് മാർക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ത്രെട്ടൻ ചെയ്യുന്ന അധ്യാപകരുടെ കോളുകൾക്കല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. 6, 7, 8 ക്ലാസ്സുകളിലാണ് കുട്ടികളെ നമ്മൾ കൃത്യമായി പഠിപ്പിക്കേണ്ടതും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള പ്രായം. ആ പ്രായത്തിൽ കുട്ടികൾക്ക് ബേസിക്സ് കൃത്യമായി കിട്ടുന്നുണ്ടോ? ആ പ്രായത്തിൽ കിട്ടേണ്ടതായ ഫൗണ്ടേഷൻസ് കൃത്യമായി ആ കുട്ടികളിലേക്ക് വരുന്നുണ്ടോ? ധാരണകൾ ക്രിയേറ്റ് ആവുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ പല പാരന്റ്സും മാർക്ക് എത്രയുണ്ടെന്നാണ് നോക്കുന്നത്. കാരണം ഇപ്പൊ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് അങ്ങനെ തന്നെ പഠിച്ച് ആ ക്വസ്റ്റൻ ആൻസർ തന്നെ പരീക്ഷയ്ക്ക് വന്ന് അവൻ അങ്ങനെ തന്നെ മഗപ്പ് ചെയ്ത് എഴുതി, എന്നിട്ട് നല്ല മാർക്ക് കിട്ടി. അങ്ങനെ എഴുതിയൊരു കുട്ടി നന്നായി പഠിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ധാരണയുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കുട്ടീനെ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. എസ്പെഷ്യലി 5, 6, 7, 8 ക്ലാസ്സുകളിൽ മാർക്ക് ഒരു സെക്കൻഡറി തിങ് ആണ്. അവിടെ കുട്ടികൾക്ക് ആ കാലഘട്ടത്തിൽ കിട്ടേണ്ട ഫൗണ്ടേഷൻ, ആ കാലഘട്ടത്തിൽ കിട്ടേണ്ട ബേസിക്സ്, ഇംഗ്ലീഷിൽ കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഇംഗ്ലീഷിൽ അവന്റെ ആശയം എക്സ്പ്ലെയിൻ ചെയ്യാൻ അവന് സാധിക്കുന്നുണ്ടോ? മാത്സിലെ ഒരു പ്രോബ്ലം കിട്ടിയാൽ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തണം എന്ന വഴി ആലോചിച്ചെടുക്കാൻ അവന് സാധിക്കുന്നുണ്ടോ? ആ ലോജിക്ക് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ ക്ലാസ്സുകളിൽ സ്കൂളുകളിൽ നിന്ന് പാരന്റ്സിനുള്ളൊരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ അവന് മാർക്ക് കുറഞ്ഞു പോയി, എന്താണ് ഈ പ്രാവശ്യം തീരെ മാർക്ക് കുറഞ്ഞത്, സാധാരണ 15ന് മുകളിൽ വാങ്ങാറുണ്ടല്ലോ, ഈ പ്രാവശ്യം 10ന് താഴെ ആയല്ലോ, എന്താണ് ഇങ്ങനെ മാർക്ക് കുറഞ്ഞത്, നിങ്ങൾ പഠിപ്പിച്ചു വിടുന്നില്ലേ എന്നൊക്കെയുള്ള പല 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 കംപ്ലയിൻസ് ആണ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഇങ്ങോട്ട് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിന്റെ കാരണത്തെക്കുറിച്ചാണ്. കുട്ടി എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയില്ല? കാണാതെ പഠിച്ചത് മറന്നുപോയതാണോ? അല്ലെങ്കിൽ ആ പാഠഭാഗത്തിലെ കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണോ? ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവൻ അതിനെ ഡയഗ്നോസ് ചെയ്ത് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണോ? ആ പാഠഭാഗത്തിനെ കുറിച്ചുള്ള ധാരണ അവനുണ്ടോ? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലെ ഗ്രാമറും അല്ലെങ്കിൽ ഒരു സെന്റൻസ് മേക്കിംഗ് എങ്ങനെയാണ് മനസ്സിലുള്ള ആശയത്തെ പേപ്പറിലേക്ക് എഴുതേണ്ടത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് അവന് ധാരണയുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 5ാം ക്ലാസ്സിൽ തീരെ മാർക്ക് കുറഞ്ഞൊരു കുട്ടി, പലതിലും ഫെയിൽ ആവുന്ന കുട്ടി, ആ കുട്ടിയെ എങ്ങനെയെങ്കിലും പാസ്സാക്കി കൊണ്ടുപോയാൽ മതി എന്നൊരു ചിന്ത വെച്ചുകൊണ്ട് അന്ന് ആ പരീക്ഷയുടെ തലേ ദിവസം ആ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാതെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് വരുന്ന അതേ ചോദ്യം അങ്ങനെ തന്നെ പഠിപ്പിച്ച് പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വിടുക എന്ന ഒരു രീതി മാറ്റണം. ആ രീതി കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒന്നും കിട്ടുന്നില്ല. ആ കുട്ടി തലേദിവസം നിങ്ങൾ പഠിപ്പിക്കുന്ന അതേ സാധനം അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ചോദ്യം വായിക്കാൻ പോലും അറിയണ്ടാവില്ല. ആ ചോദ്യത്തെ അവന് ഗ്രാഫിക്കൽ ഡിസൈൻ ആയിട്ട് മനസ്സിൽ ഓർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഡിസൈൻ കാണുമ്പോൾ അതിന് ഇങ്ങനെ ആൻസർ കൊടുക്കണം എന്നാണ് അമ്മ പഠിപ്പിച്ചത് എന്നും പറഞ്ഞ് അതുപോലെ തന്നെ മഗപ്പ് ചെയ്ത് വെക്കും. ഈ ഒരു രീതിയാണ് പലപ്പോഴും നടക്കുന്നതായിട്ട് യാഥാർത്ഥ്യത്തിൽ ഞാൻ കാണുന്നത്. ഈ രീതി മാറ്റണം. നിങ്ങൾ കുട്ടികളുടെ ബേസിക്സ്, അവന്റെ അണ്ടർസ്റ്റാൻഡിങ്സ്, അവന്റെ ധാരണകൾ, അതാണ് കൃത്യത വരുത്തേണ്ടത്. അതിലേക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്. സ്കൂളുകളിൽ നിന്ന് മാർക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ത്രെട്ടൻ ചെയ്യുന്ന അധ്യാപകരുടെ കോളുകൾക്കല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികളുടെ അറിവിനെ നിങ്ങൾ തന്നെ ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത്